ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് കിഴങ്ങ് നല്ല സൂപ്പറായിട്ട് ചെത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ തൊലിയെല്ലാം ചെത്തി കളഞ്ഞ് ഇനി നമുക്ക് കഴുകിയിട്ട് നല്ല അരിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞ് കഴുകി നല്ല സൂപ്പറാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് വേണ്ട കുറച്ച് കരിയാപ്പല എടുത്തിട്ട് അത് അരിഞ്ഞിങ്ങോട്ട് വെക്കാം. ഞങ്ങളുടെ കരിയാപ്പല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു തണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാം. പറഞ്ഞ് കിടക്കുന്നതാണ്. നല്ല മണമുണ്ട്. വയനാടൻ കരിയാപ്പില. അപ്പോൾ നമുക്ക് കിറ്റിനകത്തുനിന്ന് കിട്ടിയതാണ്. നല്ല മണവും ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് പിച്ചാത്തി കൊണ്ട് നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. അപ്പോൾ അതാണ് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തിലോട്ട് വെക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വെള്ളമൊക്കെ വറ്റി വരട്ടെ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ്ട് കടുക് പൊട്ടി. ഇനി നമുക്ക് സബോള അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാം. നമ്മൾ സബോളയുടെ കാര്യം പറഞ്ഞില്ല. ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയത്. അപ്പം നമുക്കത് അങ്ങോട്ട് ഇട്ടാലോ. അപ്പോൾ നമുക്ക് കുറച്ചായിട്ടിടാതെ നമുക്കിത് മുഴുവനും ഇട്ടിട്ട് കാണാം. അപ്പോൾ അതാണ്ട് സബോള ഫുള്ള് ഇട്ട് ഇനി നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലതായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പിടാവേ. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇളക്കി ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ തന്നെ നമ്മൾ നല്ലതായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ അരിയുന്നതാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ അരിയാനേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച കിഴങ്ങും കരിവേപ്പിലയും ഇടാവേ. അപ്പോൾ നമ്മൾ സബോള ഇങ്ങനെ ഒന്ന് വന്നാൽ മതി. ഞാൻ പിന്നെ വഴന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച കിഴങ്ങിടാം. അപ്പോൾ നമുക്കിത് മുഴുവനും ഇടാം ഇട്ട് കാണാം. അപ്പോൾ നമുക്ക് കിഴങ്ങിട്ടു. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് നല്ലതായിട്ട് ഇളക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണേ. ഇത് നമുക്കിത് നല്ലതായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചു. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് വെന്തിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. അപ്പോൾ ഞാൻ ഇളക്കുകയാണ്. അപ്പോൾ നല്ലതായിട്ട് നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ചുമന്ന് കഴിയുന്നത് രസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മസാല ഇടാമേ. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് കരിയാപ്പല അങ്ങോട്ടിടാം. നമ്മൾ കരിയാപ്പല ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ പേജ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.